സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനാണെങ്കിൽ മുരളി തന്നെ വിശ്വസിച്ച് തന്നോട് മാത്രമായിട്ട് പറഞ്ഞ ആ വലിയ രഹസ്യം എല്ലാവർക്കും മുന്നിൽ പൊട്ടിക്കുകയാണ്. ശാരികയുടെ പ്രണയത്തെക്കുറിച്ച് അതേ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും ദേവികയാണെങ്കിൽ രാധികയുടെയും മാധവന്റെയും കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം നന്ദനോട് വരാനായിട്ട് പറയുമ്പോൾ തനിക്ക് ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് പോകണമെന്നും കെവിൻ വിളിച്ചിരുന്നതായിട്ട് നന്ദൻ പറയുന്നു. എന്റെ അനിയത്തിയുടെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്നും താൻ തന്നെ ബുദ്ധിമുട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക മാധവന്റെയും രാധികയുടെയും കൂടെ പോകുന്നുണ്ട്. പിന്നീട് മുരളി ആവട്ടെ നന്ദനെ കണ്ട് സംസാരിക്കുകയാണ്. നിന്നെ മാത്രം വിശ്വസിച്ച് പറഞ്ഞ രഹസ്യം നീ എന്തിനാ മറ്റുള്ളവരെ അറിയിക്കാൻ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും എല്ലാവരും അറിയേണ്ട രഹസ്യമാണെന്നും അത് മറച്ചു വെക്കേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ മുരളി പറയുന്നുണ്ട്, നീയും ഞാനും അടക്കമുള്ള എല്ലാവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശാരികയുടെ പ്രണയം അതത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ നന്ദനോട് പറയുമ്പോൾ തെറ്റും ശരിയൊക്കെ ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചോളാം എന്നൊക്കെ മുരളിയെ അകറ്റി നിർത്തിക്കൊണ്ട് നന്ദൻ തിരിച്ചടിക്കുന്നു. പിന്നീട് ഇസബല്ലയുടെ കണ്ണീർ നാടകത്തിൽ നന്ദനാണെങ്കിൽ കമിഴ്ന്ന് വീഴുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവൾ പറയുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചതാണ് നിന്നെ. ഒരു കാലത്ത് നീ എന്നെ അകറ്റി നിർത്തി, ഇപ്പോഴും ഇനി അത് തുടർന്നു പോകരുത്. ദേവിക നിന്റെ എല്ലാം ആണെന്ന് അറിയാം, പക്ഷെ എവിടെയെങ്കിലും നീ എനിക്ക് കൂടി പരിഗണന തരണമെന്നൊക്കെ നന്ദനോട് ഇസബല്ല പറയുന്നു. അതിൽ നന്ദൻ വീണു പോകുന്നുണ്ട്. പിന്നീട് ഗിരീഷിനോട് മനസ്സ് തുറക്കുകയാണ് സിദ്ധാർത്ഥൻ. നന്ദൻ, കെവിൻ, ഇസബല്ല കൂട്ടുകെട്ട് അത് ഏത് രീതിയിലാണ് നന്ദനെ ബാധിച്ചിരിക്കുന്നതെന്ന് എത്രയും പെട്ടെന്ന് അറിയണം. ഇസബല്ലയും കെവിനൊക്കെ നല്ല കുട്ടികളാണെന്നും അവർ നന്ദനെ ചതിയിൽ പെടുത്തില്ല എന്നൊക്കെ തന്നെയാണ് തന്റെ വിശ്വാസം എന്നൊക്കെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ടെങ്കിലും ഗിരി പറയുകയാണ് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ. പിന്നീട് ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ വൈറൽ വീഡിയോയെ കുറിച്ച് മാത്രമേ എല്ലാവർക്കും ധാരണയുള്ളൂ. പക്ഷെ നന്ദനും ഇസബല്ലയും ഹോട്ടലിൽ റൂം എടുത്തതും മറ്റും തന്നെ ആർക്കും അറിയില്ല, ദേവിക്ക് അല്ലാതെ. അങ്ങനെ ചന്ദ്രമതി അതേക്കുറിച്ച് പ്രഭാവതിയെ ബോധ്യപ്പെടുത്താനായിട്ട് വരികയാണ്. എന്നിട്ട് അവരോട് തുറന്ന് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ നന്ദനാണെങ്കിൽ മുകളിൽ നിന്നും കേൾക്കുകയാണ്. ഇസബല്ലയും കെവിനുമായിട്ടുള്ള നന്ദന്റെ കൂട്ടുകെട്ട് അതത്ര ശരിയല്ല എന്നും ആ പെൺകുട്ടിയെ മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ നന്ദനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ദേ ആന്റി എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ശരിക്കും ഈ ഉപദേശമൊക്കെ കൊടുക്കേണ്ടത് മരിച്ചുപോയ ആന്റിയുടെ മോൾ മീരയ്ക്കായിരുന്നു. അവളുടെ കൂട്ടുകെട്ടായിരുന്നു ശരിയല്ലാതെ ഇരുന്നത്. അങ്ങനെ ശരിയായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവൾ ഇന്ന് ഭൂമിയിൽ കാണുമായിരുന്നു. അവൾക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ട സമയത്തൊക്കെ ആന്റിയുടെ ഈ ബുദ്ധി എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. കൂട്ടത്തിൽ ചന്ദ്രമതിയും. അവർക്കാണെങ്കിൽ അത് താങ്ങാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് സിദ്ധാർത്ഥം വരികയാണ്. എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇത് എന്റെ കൂടി വീടാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടും നന്ദനെ നല്ല വഴിക്ക് നടത്താനായിട്ടും വന്നത്. പക്ഷെ ഞാൻ കാണുന്നത് പോലെയല്ല നന്ദൻ എന്നെ തിരിച്ചു കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാര്യങ്ങൾ സിദ്ധാർത്ഥൻ നന്ദനോട് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഇതുപോലെയാണ് ഞാൻ അച്ഛാ പറഞ്ഞതെന്നും. ഒന്നും നോക്കുന്നില്ല. സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദന്റെ ചെകിടത്ത് നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നീ മരിച്ചുപോയ മീരയെ കുറിച്ച് അങ്ങനെ അപവാദം പറയരുതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാമല്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും അടി കിട്ടിയതോട് കൂടിയിട്ട് നന്ദന്റെ സ്വഭാവമൊക്കെ മാറുകയാണ്. സിദ്ധാർത്ഥൻ ഉറപ്പിക്കുന്നുണ്ട് ഇസബല്ലയും കെവിനും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ എന്തൊക്കെയോ ദുരൂഹത നന്ദനുണ്ടെന്ന്. പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനെ തണുപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നന്ദനെ അകത്തേക്ക് കയറി പോകാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ശാരികയോട് സത്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ദേവിക ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ശാരിക പറയുന്നുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ചേച്ചി. ഇസബല്ല വന്നതിന് ശേഷം ചേച്ചി ഹാപ്പി ആണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ശാരിക, അതേക്കുറിച്ച് നീ ആലോചിക്കേണ്ട എന്ന് പറയുമ്പോൾ ഉറപ്പാണോ ഇസബല്ല വീട്ടിലേക്ക് വന്നതിന് ശേഷം ചേച്ചി ഹാപ്പിയാണോ എന്റെ മുഖത്ത് നോക്കി പറയുന്ന ദേവികയോട് ശാരിക പറയുന്നു. എന്തായാലും ദേവിക്കാണെങ്കിൽ അതിന് ഉത്തരമില്ല. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.